അപ്പൊ അടുത്ത സെക്ഷനാണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഡയമെൻഷൻ ആണ് എഴുതിയിരിക്കുന്നത് ബോക്സിൽ. LHS മീൻസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് RHS മീൻസ് റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ ഇത് പറയണെന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ്. അതാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ എഴുതിയാൽ മതി. ഡയമെൻഷൻ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത് നമ്മൾ തന്നെ പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമ്മൾ ഈ ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമുക്ക് എനർജി അറിയാം അല്ലേ? എനർജി രണ്ട് തരത്തിലുണ്ട്. കൈനറ്റിക് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിന്റെ ഇക്വേഷൻസ് കാണാൻ ആവശ്യിക്കാം. ഹാഫ് mv² ആണ് ഇതിന്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഇക്വേഷൻ. എന്നാൽ ഹാഫ് mv², മാസിന്റെ വെലോസിറ്റി സ്ക്വയറിന്റെ ഹാഫ്. ഇവിടെ നമ്മൾ ഡയമെൻഷൻ നോക്കുമ്പോൾ ഈ ഹാഫ് എന്ന നമ്പർ ഇല്ല, അതിനെ നെഗ്ലക്ട് ചെയ്യുക, ഹാഫ് റൂട്ടുണ്ട്. ഈ എമ്മിന്റെ ഡയമെൻഷൻ എന്താണ്? മാസ് m. v² v എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പൊ അതിന്റെ സ്ക്വയർ, വെലോസിറ്റി ഡയമെൻഷൻ LT⁻⁻1 സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? Lന്റെ സ്ക്വയർ. അപ്പം L² T⁻⁻1 × 2 എന്നാണ്. -T⁻². ഇതാണ് എന്തിന്റെ ഡയമെൻഷൻ? കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ. നമ്മൾ നേരത്തെ പഠിച്ച എനർജിയുടെ ഡയമെൻഷൻ എന്താണ്? mr² T⁻² തന്നെ. അതിന് പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ ഡയമെൻഷൻ കൂടി ചെക്ക് ചെയ്യാം. കാരണം പറയണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ സെയിം എന്നാണ് ഞാൻ പറയണത്. അത് ശരിയാണ്, നമുക്ക് തെളിയിക്കാനാണ് ചെയ്യേണ്ടത്. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ mgh. m എന്ന് പറഞ്ഞാൽ മാസ്, g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. വാക്ക് ശ്രദ്ധിച്ച ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമുള്ള ആക്സലറേഷൻ. എന്നാൽ ഇന്ന ഡയമെൻഷൻ എന്താണ്? സെയിം ആസ് ദാറ്റ് ഓഫ് ആക്സലറേഷൻ. അപ്പൊ mgh, എമ്മിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ M, g ആക്സലറേഷൻ LT⁻² ഇൻറ്റു L അല്ലെ, ഹെച്ചിന്റെ ഡയമെൻഷൻ ലെങ്ത്. അപ്പൊ എന്താവും? m കൊണ്ട് ഒരു എല്ലും അടുത്തില്ല, L² ആയി T⁻². കണ്ടാവും. അപ്പൊ എന്തെയും LHS is equal to RHS. ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് എക്സ്പെരിമെന്റ് പ്രൂഫ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ഇങ്ങനെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. 3 പോയിന്റ്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ 3 എഴുതിയേ പറ്റൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഫസ്റ്റ് പോയിന്റ് ടു അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് ദി കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ. എന്താണ് ഇതിന്റെ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ല, ഇതിന്റെ ഇക്വേഷൻ നമ്മൾ ഡയമെൻഷനിൽ കറക്റ്റ് ആണെന്ന് തെളിയിച്ചു. അടുത്ത് ഒബ്റ്റെയിൻ എ റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ഒരേ സാധനം അല്ല. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ എനർജി, പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം ഇതിനെ പറ്റി ഡാമിലേക്ക് വെള്ളം കെട്ടി നിർത്തി, അതാണ് പൊട്ടൻഷ്യൽ. സ്റ്റേറ്റിക് ആയിട്ടുള്ള എനർജി ആണ് പൊട്ടൻഷ്യൽ. പക്ഷെ രണ്ട് ക്വാണ്ടിറ്റിയാണ്, ഡയമെൻഷൻ സെയിം ആണ്. അവിടെ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അടുത്ത ടു കൺവേർട്ട് എ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റം ടു അനദർ മീൻസ് നമ്മൾ നേരത്തെ യൂണിറ്റ് കൺവേർഷൻ പഠിച്ചത് നാനോമീറ്റർ കിടക്കുന്ന സംഭവത്തിനെ എന്തായിട്ട് മാറ്റണം? നമുക്ക് മീറ്ററിലോട്ട് കൺവേർഷൻ, ആ കൺവേർഷൻ വേണ്ടി സഹായിക്കുന്ന ഒരാളാണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ ആണ്.